നമ്മളെല്ലാവരും ഇവിടെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആരുടെ ഒരു മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ് ഇവിടെ മലയാളികൾക്കായി ഒരു അസോസിയേഷൻ ഉണ്ടാവണം, ഒരു കൂട്ടായ്മ ഉണ്ടാവണമെന്ന്. അവരാഗ്രഹിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്ന് ഈ ഓണം ആഘോഷിക്കുന്നതും സദ്യ ഉണ്ടെന്നും. അപ്പൊ may I please invite the founding members, the seniors, our respected seniors, our dear seniors of Malayali Association of Greater Houston. I'm going to give the honor to our president to invite them onto the stage. സുഹൃത്തുക്കളെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 1987 ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് രൂപം കൊണ്ടത്. അന്ന് 9 പേര് അന്ന് കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാൾ നമ്മൾ വേർപെട്ടു പോയി. എങ്കിലും ഇപ്പം ഇവിടെ ഉള്ള ആളുകളെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇവർ മാത്രമല്ല, ഇതിന് പിന്നിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ആ കമ്മിറ്റി അംഗങ്ങളെ മാത്രം ഞങ്ങൾ ആദരിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും പേര് വായിക്കാം. എം ഡി ചെറിയാൻ എന്ന അദ്ദേഹം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. എബ്രഹാം തോമസ്, മാത്യു എബ്രഹാം, എഒ അഗസ്റ്റിൻ, ടി എൻ സാമുവൽ, ലേറ്റ് മിസ്റ്റർ കെ എ ഫിലിപ്പ്, ജോഷുവ ജോർജ്, കെ കെ സത്യൻ ആൻഡ് മാത്യു തോമസ്. ഇപ്പോൾ ഇവിടെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എബ്രഹാം തോമസ്, ടി എൻ സാമുവൽ, എഒ അഗസ്റ്റിൻ, അതുപോലെ മാത്യൂസ് എബ്രഹാം എവിടെയുണ്ടോ? ഓക്കെ, പ്ലീസ് കം. ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ കെ എ ഫിലിപ്പ് അങ്കിളുടെ പ്രിയപ്പെട്ട പത്നി കുഞ്ഞമ്മ ഫിലിപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ദയവായി ഈ വേദിയിലേക്ക് കടന്നു വരിക. തീർച്ചയായും ഇവരുടെയൊക്കെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ മാർഗം. ഇവരനുഭവിച്ച കഷ്ടപ്പാടാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ തണലിന് ഞങ്ങളെന്താ നമ്മളനുഭവിക്കും. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒത്തിരി ആളുകളുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന, അന്ന് പ്രവർത്തിച്ചുകൊണ്ടോ ധാരാളം ആളുകളുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബഹുമാന്യനായ പ്രസിഡന്റ് ജോസ് കെ ജോൺ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജിമ്മി കുന്നശ്ശേരി, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, മുൻ പ്രസിഡന്റുമാരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. അതോടൊപ്പം കൃത്യമായ ഓണാശംസകളും നേരുകയാണ്. 38 വർഷം മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി വെക്കുകയും നിങ്ങൾ പ്രാർത്ഥന വലുതാക്കുകയും ചെയ്ത ഈ മഹാപ്രസ്ഥാനം ഇന്നും ഭംഗിയോടെ
നടന്നു പോകുന്നത് കാണുന്നതിനുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ഞങ്ങൾ അറിയിക്കുകയാണ്. എന്നിട്ട് കുട്ടികൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ, ഇവരുടെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ സംഘടന ഉദ്ഘാടനം ചെയ്തത് ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒഗാനയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എം അൻപുത്തൻ സാർ. അന്നത്തെ ആ പ്രോഗ്രാമിന്റെ പ്രധാന ഇനം നിങ്ങൾക്കറിയാമോ? ഇന്ന് സുപ്രസിദ്ധ ചലച്ചിത്ര താരവും സൂപ്പർ നർത്തകിയുമായ സാക്ഷാൽ ശോഭനയുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അന്നത്തെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ നല്ല രീതിയിൽ തുടക്കം കുറിച്ച ആ പ്രസ്ഥാനം ഇന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ സമയത്ത് ഞങ്ങളെ ഓർക്കുകയും ഞങ്ങളെ ബഹുമാനിക്കുകയും റെക്കഗ്നൈസ് ചെയ്ത കമ്മിറ്റിയോടും ട്രസ്റ്റി ബോർഡിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും കൃത്യമായ ഐശ്വര്യസമൃദ്ധമായ ഒരു ഓണാഘോഷം, ഓണ സീസൺ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. പലരും ഇന്ന് വരാതെ പോയിട്ടുണ്ട്. ജോഷുവ ജോർജ്, എം പി ചെറിയ, കെ കെ സത്യൻ, അതുപോലെ തന്നെ മാത്യു എം തോമസ്, സുഖമില്ലാതിരിക്കുന്ന മാത്യു എം തോമസ് വരാതെ പോയിട്ടുണ്ട്. അവരുടെ അസാന്നിധ്യം എങ്കിലും ഞങ്ങളുടെ അതിന് മുൻപ് മൺപറഞ്ഞു പോയ അച്ചായൻ എന്ന ഓമനപ്പേരിൽ ഞങ്ങൾ വിളിക്കുന്ന ജിപ്സൺ കെ എ ഫിലിപ്സിന്റെ കർമ്മപത്നി ഇവിടെയുണ്ട്. വളരെ സന്തോഷത്തിൽ മാത്രമല്ല, ഒരു കൊച്ചു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഈ തുടക്കകാലത്ത് ഈ അസോസിയേഷന്റെ രജിസ്ട്രേഷൻ മിസസ് കുഞ്ഞമ്മ ഫിലിപ്സിന്റെ പേരിലാണ് നടത്തിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആദ്യകാലത്തെ ഒറിജിനൽ ഓണറാണ് ഈ നിൽക്കുന്ന മിസസ് കുഞ്ഞമ്മ ഫിലിപ്സ്. എന്തായാലും വന്നവർക്ക്, വരാൻ ഒക്കാത്തവർക്ക് വേണ്ടിയും ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അസോസിയേഷന്റെ പ്രസിഡന്റിനോടും അവരുടെ ടീമിനോടും അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡിനോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. പിന്നെ ഒരു രഹസ്യം ഞാൻ പറയാം. ഈ സംഘടന ഇത്രയും നന്നായിട്ട് പോകുന്നതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറയാം. കാലാകാലങ്ങളിൽ പ്രഗത്ഭരായ നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് വന്ന് ഇതിന് നേതൃത്വം കൊടുത്ത് കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇതിൻ്റെ രഹസ്യം. അതുകൊണ്ട് നമ്മുടെ യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്ന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. തുടർന്ന് കൂടുതലായ കായിക, കലാ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുവാൻ അസോസിയേഷന് സാധിക്കട്ടെ, വരുന്ന കമ്മിറ്റികൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഈ റെക്കഗ്നൈസ് ചെയ്തവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എന്നാൽ ഇത്ര പേര് ഇവിടെ വന്നല്ലോ. നമ്മുടെ ജോഷുവകളും സത്യം